ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് 24 ബിഗ് ബ്രേക്കിംഗ്. കാലിൽ സ്ലാബ് വീണതുകൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്ന് കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ രക്ഷപ്പെട്ട അബ്ദുൾ ജലീൽ 24-നോട്. ഒരു നിമിഷത്തിനുള്ളിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. താൻ കണ്ടത് ദേഹത്ത് സ്ലാബ് വീണ് കിടക്കുന്ന മറ്റുള്ളവരെ. ഒന്നും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും അബ്ദുൾ ജലീൽ വേദനയോടെ ഓർത്തെടുക്കുന്നു. പ്രതികരണത്തിലേക്ക്. ഞാനൊരു മൂലക്കലായതുകൊണ്ട് വീണ് സ്ലാബിൻ്റെ കാൽമലക്ക് വീണു. മറ്റൊക്കെ നേരിട്ട് വീണു. കാൽമലൊക്കെ വീണു. എൻ്റെ നേത്ത് വീണിട്ടില്ല. എൻ്റെ കാൽമലക്ക് വീണു. പിന്നെ ഞാൻ അച്ഛത്തായിട്ട് വീണു. ഞാൻ മാത്രമാണ് ആറിൻ്റെ മുകളിലേക്ക് ഇന്ന മാത്രമാണ് കാണുന്നത്. ഒരു കുട്ടി അടച്ചിട്ടില്ല. അപ്പോൾ ഈ മാറ്റി വീട് വിചാരിച്ചിട്ട് ഞാൻ ധൈര്യത്തിൽ വന്ന് ഇന്ന പുറത്തേക്ക് എന്നാണ് അതിൻ്റെ അടിയിൽ 4 ആൾ. എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചാൽ ആ കൊലയുന്ന കെട്ടലും കുടിക്കലൊക്കെ ഉണ്ട്. ശ്രമിക്കുന്ന സ്ഥലമാണ്. വീണിട്ട് എൻ്റെ കാൽമലക്ക് വീണു. നിഖിൽ പ്രമേഷ് കോഴിക്കോട് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, വലിയങ്ങാടിയിലെ ആ വലിയ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ് അബ്ദുൾ ജലീൽ. ആ അപകടത്തെക്കുറിച്ചും താൻ കണ്ട കാഴ്ചകളെക്കുറിച്ചുമൊക്കെ ഓർത്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ജലീൽ. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ഒപ്പം ഉണ്ടായിരുന്നവരുടെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ജലീൽ പറയുന്നുണ്ടല്ലോ. പ്രജിൻ, ആ അത്ഭുതകരമായ രക്ഷപ്പെടൽ, അതിൻ്റെ നടുക്കത്തിൽ നിന്ന് ഇപ്പോഴും അബ്ദുൾ ജലീൽ മുക്തനായിട്ടില്ല. ഒരുപക്ഷെ സമീപകാലത്ത് ജില്ലയിൽ ഉണ്ടായ ഒരു വലിയ ഇത്തരത്തിലുള്ള കെട്ടിടം മറിഞ്ഞുള്ള അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടയാളാണ് കോയ എന്ന് വിളിപ്പേരുള്ള അബ്ദുൾ ജലീൽ. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഒരു നിമിഷമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു നിമിഷം കൊണ്ടാണ് ഈ എല്ലാ കാര്യങ്ങളും സംഭവിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മറ്റാരെങ്കിലും രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ തനിക്ക് തന്നെ ഓടി രക്ഷപ്പെടാനോ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇവരെല്ലാവരും പണി പ്രതീക്ഷിച്ച്, അതായത് ചുമട്ടിറക്ക് തൊഴിലാളികളാണ്. സ്വാഭാവികമായിട്ടും ഒരു ജോലി കഴിഞ്ഞാൽ അടുത്ത ജോലി പ്രതീക്ഷിച്ച് ഈ കെട്ടിടത്തിൻ്റെ താഴെയാണ് ഇരിക്കാറ്. അപ്പോൾ നിരവധി പേരുണ്ടായിരുന്നു. ആ സമയത്ത് 7 പേരുണ്ടായിരുന്നു. അതിൽ 2 പേർ പെട്ടെന്നൊരു ചെറിയ ശബ്ദം ഉണ്ടായപ്പോൾ തന്നെ ആ 2 പേർ ഓടി രക്ഷപ്പെട്ടു. ബാക്കി 5 പേർ അവിടെ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അതായത് സമയമെടുത്ത് ഓരോ ഭാഗമായി തകർന്നു വീഴുകയല്ല, പക്ഷേ ഒരു സെക്കൻഡിൽ തന്നെ എല്ലാം, അതായത് ആ കെട്ടിടം ആ മുൻഭാഗം പൂർണ്ണമായി തകർന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് താൻ അടക്കമുള്ളവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്. ഈ കോയയുടെ കാലിലാണ് സ്ലാബ് വീണിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടതും. ഒരുപക്ഷെ ദേഹത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജീവൻ നഷ്ടമായ മറ്റു 4 പേരെ പോലെ കോയയ്ക്കും ഒരുപക്ഷെ ജീവൻ നഷ്ടമാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലിലാണ് സ്ലാബ് വീണത്. വേദന കൊണ്ട് പിടയുകയായിരുന്നു അദ്ദേഹം ആ സമയത്ത്. അപ്പോൾ മറ്റാരും അവിടേക്ക് കടന്നു വരാൻ ഭയപ്പാടോടുകൂടി നിന്നു. ആരും തന്നെ അടുത്തേക്ക് വന്നില്ല. കാരണം കൂടുതൽ ഈ കെട്ടിടം തകരാറുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആരും അടുത്തേക്ക് വന്നില്ല. അപ്പോൾ കോയയുടെ മകൻ ഓടിയെത്തി ഇയാളെ വലിച്ചു പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ഒരു പക്ഷെ അല്ലെങ്കിൽ കോയയും അതിലകപ്പെട്ട് ഈ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. തൻ്റെ കൺമുന്നിലായിരുന്നു ഈ മറ്റുള്ള 4 പേരും അവിടെ വേദന കൊണ്ട് പുളഞ്ഞ് അവർക്ക് ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ് കോയ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അദ്ദേഹം ഇപ്പോൾ ഞാനുള്ള കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് പ്രജിൻ ചികിത്സയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്, സമീപകാലത്താണ് അദ്ദേഹം ഒരു ചികിത്സ കഴിഞ്ഞ് ജോലിക്ക് വന്നത്. അതായത് ഏതാനും ദിവസമേ ആയിരുന്നുള്ളൂ. ഇപ്പോൾ സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സ എന്നിരിക്കെ പോലും വലിയ സാമ്പത്തിക പ്രതിസന്ധി, പ്രയാസം അദ്ദേഹം നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ MRI അടക്കമുള്ള പരിശോധനകൾക്കൊക്കെ, സ്കാനിങ്ങിനൊക്കെ അദ്ദേഹത്തിനായി പോകേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പണം ചിലവാക്കേണ്ടതുണ്ട്. അങ്ങനെ വന്ന് നിൽക്കാൻ പോലും, സഹായത്തിന് നിർത്താൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. കോയയുടെ ഭാര്യയുമായും മകനുമായും മകളുമായൊക്കെ നമ്മൾ സംസാരിച്ചു. അവരൊക്കെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നിപ്പോൾ നടന്ന കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലിൽ പോലും മരിച്ച 4 പേർക്കുള്ള ധനസഹായം ഉറപ്പാക്കണമെന്നുള്ള കാര്യം, അത് 25 ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു നേരത്തെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് കോർപ്പറേഷൻ മേയർ അടക്കം വ്യക്തമാക്കുമ്പോഴും ഈ പരിക്കേറ്റ ആൾക്ക് എന്ത് നൽകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അടിയന്തരമായി കോർപ്പറേഷൻ ചെയ്യേണ്ടത് ഒരു സഹായം ഈ മനുഷ്യന് കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ താൻ രക്ഷപ്പെട്ടെങ്കിലും ഇനി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ ആശങ്കയും ആദിയും ഉണ്ട് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി മാസങ്ങളോളം ഇങ്ങനെ തന്നെ കിടക്കേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.